ഇന്ന് വ്യൂ പോയിന്റിൽ മുൻ മന്ത്രിയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളിൽ ഒരാളുമായ ശ്രീ ടി.എച്ച്. മുസ്തഫയാണ്. സോ വെൽക്കം. കേരള രാഷ്ട്രീയത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച, താങ്കളെ ഒരുപക്ഷെ വ്യക്തിപരമായി ഏറ്റവും അധികം വേദനിപ്പിച്ചിട്ടുള്ള പാം ഓയിൽ കേസ് പിൻവലിക്കാനുള്ള സർക്കാരിൻ്റെ ഉത്തരവ് പുറത്തിറങ്ങിക്കഴിഞ്ഞു. ആശ്വാസം തോന്നുന്നുണ്ടോ താങ്കൾക്ക്? തീർച്ചയായും. മനഃപൂർവ്വമായി രാഷ്ട്രീയ പ്രേരിതമായി മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാക്കപ്പെട്ട ഒരു കേസാണ്. അതിൽ യാതൊരുവിധ സത്യവും ഇല്ല. അതിൽ 10 പൈസ അഴിമതി നടന്നു എന്ന ആരോപണമില്ല. പാമോലിൻ്റെ വില നിശ്ചയിച്ച സമയത്ത് അന്നത്തെ ഡോളറിൻ്റെ വില നിശ്ചയിക്കാതെ ഇറക്കുമതി ചെയ്ത സമയത്ത് ഉള്ള ഡോളറിൻ്റെ വില നിശ്ചയിച്ചിരുന്നു എങ്കിൽ 2 ചില്ലാനം കോടി രൂപ ലാഭമുണ്ടാക്കാമായിരുന്നു. അത് നഷ്ടപ്പെടുത്തിയത് ആ കമ്പനിയുമായുള്ളൊരു ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടി ചെയ്തു കൊടുത്തതാണ് എന്നാണ് ആരോപണം. 2.34 കോടി രൂപയാണ് അത് ആയിരുന്നു എങ്കിലാണ് അന്നത്തെ വില നിശ്ചയിക്കാതെ ഇന്നത്തെ വില നിശ്ചയിച്ചിരുന്നു എങ്കിൽ ഈ 2 കോടി ചില്ലാനും കൂടി ലാഭമുണ്ടാക്കാമായിരുന്നു എന്നാണ്. അതുണ്ടാക്കാതിരുന്നത് ഇയാളെ സഹായിക്കാൻ വേണ്ടി എഗ്രിമെൻറ്റിൽ ഇങ്ങനെ ചേർത്തതുകൊണ്ടാണ്. നിഗമനം മാത്രമാണ്. എന്നാണോ 2,32,00,000 രൂപയുടെ നഷ്ടം സർക്കാർ ഖജനാവിന് വന്നിട്ടുണ്ടെന്നും ഇത് വിവിധ ഏജൻസികൾ പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ഈ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നും പുറത്തു വന്നത്? ഇതൊക്കെ വാർത്തയാണ്. സത്യം ഇതാണ്. CAGയുടെ റിപ്പോർട്ടിൽ ഇതാ പറഞ്ഞിട്ടുള്ളത്. CAG പറഞ്ഞിട്ടുള്ളത് ഇതാണ്. അന്നത്തെ വില നിശ്ചയിക്കാതെ ഇന്നത്തെ ഇറക്കുമതി ചെയ്യുന്ന ദിവസത്തെ വില നിശ്ചയിച്ചിരുന്നുവെങ്കിൽ 2.34 കോടി രൂപയെ കൂടി ലാഭിക്കാമായിരുന്നു. 1 കോടി രൂപ കൈക്കൂലി പറ്റിയെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. അതെ, അത് പ്രതിപക്ഷം കൊണ്ടുവന്നാണ്. CAG അതൊന്നും പറഞ്ഞിട്ടില്ല. ഈ 9 കോടി രൂപ ലാഭമാണ് ഈ കച്ചവടം. പിന്നെ ഇതിൽ ഒന്നിലും ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല. ഇത് എൻ്റെ അടുത്ത് ക്യാബിനറ്റ് റൂമിൽ ചെല്ലുമ്പോഴാണ് ചീഫ് സെക്രട്ടറി ഫയൽ ചെയ്യുന്നത്. അപ്പോൾ ഞാനത് വായിച്ചു നോക്കിയപ്പോൾ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും സിവിൽ സപ്ലൈസ് കമ്മീഷണറും സിവിൽ കോർപ്പറേഷൻ ചെയർമാനുമായ സക്കറിയ മാത്യു ആണ് നോട്ട് എഴുതിയേക്കണം. അന്ന് എഴുതിയ നോട്ടാണ്. അപ്പോൾ ഒരു 7 മണിക്കെങ്കിലും അദ്ദേഹം വരണം സെക്രട്ടേറിയറ്റിൽ. 10:20 വന്നാൽ മതി അങ്ങേരും. അപ്പോൾ അങ്ങനെ നോട്ട് എഴുതി അത് ചീഫ് സെക്രട്ടറി എൻഡോഴ്സ് ചെയ്ത് ചീഫ് സെക്രട്ടറി വിശദമായിട്ട് കാര്യങ്ങൾ എഴുതി 9:20 എൻ്റെ കയ്യിൽ തന്നു. അപ്പോൾ ഇതിലൊരു അപാകത എൻ്റെ മനസ്സിൽ തോന്നി, ദൈവം തോന്നിച്ചെന്നാണ്. ഞാൻ അത് വായിച്ചു കഴിഞ്ഞിട്ട് ഞാനത് എഴുതി. അപ്പോൾ ഇതിൽ ഭക്ഷ്യ ഒക്കെ വില കൂടാൻ പോകുന്നു, മറ്റേ പാം ഓയിലിൻ്റെ വില കൂടാൻ പോകുന്നു, ഇവിടെ ഫെസ്റ്റിവൽസ് വരാൻ പോകുന്നു, ഇത് ഏറ്റവും അർജൻറ്റാണ്, ഉടനെ തന്നെ 15,000 ടൺ ഇറക്കുമതി ചെയ്യാൻ എൻ്റെ അനുമതി വേണമെന്നാണ് വാല്യൂ. അത് ഞാൻ എഴുതി. ഈ അർജൻസിയൊക്കെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാനതിൽ എഴുതി, ഇത് ഇന്ന് കൂടുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഔട്ട് ഓഫ് അജണ്ടയായി കൊണ്ടുവരിക എന്ന് അതിൽ എഴുതി. ഞാൻ ഫൈനാൻസ് മിനിസ്റ്റർക്ക് കൊടുത്തു. ഫൈനാൻസ് മിനിസ്റ്റർ അത് മറ്റേ ചീഫ് മിനിസ്റ്റർക്ക് മാർക്ക് ചെയ്തു. ചീഫ് മിനിസ്റ്റർ പ്ലേസ് ബിഫോർ ക്യാബിനറ്റ് എന്ന് എഴുതി ക്യാബിനറ്റ് സെക്രട്ടറിക്ക് കൊടുത്തു എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറിയാണ്. അത് പത്മകുമാർ അന്ന് ക്യാബിനറ്റിൽ വെച്ചു. അത് പാസ്സാക്കി. തമിഴ്നാട് ഗവൺമെൻറ് വാങ്ങിയ അതേ കണ്ടീഷനിലും വിലയ്ക്കും വാങ്ങാൻ പറഞ്ഞ് ക്യാബിനറ്റ് തീരുമാനിച്ചു. ഞാനതിൽ പ്രത്യേക ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല. ഈ മന്ത്രിസഭയുടെ കൂട്ടായ തീരുമാനമായിരുന്നു. പിന്നെ എങ്ങനെയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി കെ കരുണാകരനെ തൊട്ടു താഴെ അക്യൂസ്ഡ് ആയവരുടെ കൂട്ടത്തിൽ താങ്കളുടെ പേര് സ്ഥാനം പിടിച്ചത്? ഭക്ഷ്യമന്ത്രി ആയതുകൊണ്ട്. ഈ ഭക്ഷ്യമന്ത്രി ഭക്ഷ്യവകുപ്പല്ലേ ഇത് കൈകാര്യം ചെയ്തേക്കണേ. അവിടുന്ന് ക്യാബിനറ്റ് തീരുമാനം കഴിഞ്ഞിട്ട് ഈ ക്യാബിനറ്റ് തീരുമാനം എനിക്കാണ് വരേണ്ടത്. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വഴി റൂട്ട് ചെയ്യേണ്ടതാണ്. അതിന് ചീഫ് സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കൊടുത്തു. അഡീഷണൽ ചീഫ് സെക്രട്ടറി നേരെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ MDക്ക് കൊടുത്തു. അയാളാണ് ഇത് മലേഷ്യയിൽ പോയി
ഈ ജിജി തോമസൺ എന്ന് പറയുന്ന ആളാണ് മലേഷ്യയിൽ പോയി ഈ ഇത് പരിശോധിച്ച് ഇതിൻ്റെ വില നിശ്ചയിച്ച് ഇതിൻ്റെ കരാറുറപ്പിച്ച് ഇവിടെ വന്ന് ഒരു ബന്ദ് ദിവസം പോലീസ് പ്രൊട്ടക്ഷനിൽ മലബാർ ഹോട്ടലിൽ പോയാണ് കരാർ വെച്ചത്. അതൊന്നും എൻ്റെ അറിവോടോ സമ്മതത്തോടോ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അറിവോടോ കൂടിയല്ല. നേരെ ഇവർ 3 പേരും കൂടി ഉള്ള ഒരു ഏർപ്പാടായിട്ട് ചെയ്യാറുണ്ട്. അത് പത്മകുമാറിൻ്റെ ഇൻട്രസ്റ്റാണ്. അത് പത്മകുമാറിൻ്റെ എങ്ങനെ ഇൻട്രസ്റ്റ് വന്നു എന്ന് ചോദിച്ചാൽ ഇപ്പം ഞാൻ മറുപടി പറയില്ല. മറ്റേ അത് അങ്ങനെ നടന്നു. അല്ലെ, ഇതൊരു രാഷ്ട്രീയ താല്പര്യമല്ല, ഉദ്യോഗസ്ഥ താല്പര്യമായിരുന്നു ആണ് എന്നാണോ പറയുന്നത്? ഈ രാഷ്ട്രീയ കൺസെന്റ് ഇല്ലാതെ ഒരു ഉദ്യോഗസ്ഥ താല്പര്യം നടപ്പാക്കാൻ മാത്രം ലൂസാണോ നമ്മുടെ സംവിധാനം? ഞാൻ പറയാതെ ഇതിങ്ങനെ ചെയ്തു, അത് കഴിഞ്ഞു വന്നു പാമ്പൻ ഇറക്കുമതി ചെയ്തു. ഇറക്കുമതി ചെയ്തതിൻ്റെ അടുക്ക് 2 പ്രാവശ്യം MD മലേഷ്യയിൽ പോയി ഇതിൻ്റെ ഗുണനിലവാരം പരിശോധിച്ചു ഒക്കെ ചെയ്തു. ഇത് വിറ്റു. ഇവരുടെ ധാരണയായിരുന്നു എനിക്ക് തോന്നുന്നു, എനിക്കിതിനെക്കുറിച്ചൊരു വിവരമില്ല. അപ്പോൾ ഇയാളങ്ങനെ പോയിക്കോളും, നമുക്കിങ്ങനെ ചെയ്യാം എന്ന് കരുതിയാണ് ചെയ്തത്. പക്ഷെ എനിക്ക് വിവരമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പക്ഷേ അന്ന് അതിൽ തൊടാതെ നിന്നത്. ഇതിനെക്കുറിച്ച് ആരോപണം ഉണ്ടായിരുന്നത് മേടിക്കുന്നതിന് മുമ്പ് മുതൽ ആരോപണമുണ്ട്. ഒന്ന്, സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടില്ല. ഇതിൻ്റെ മറുഭാഗത്ത് രാഷ്ട്രീയ നേതൃത്വത്തിന് ഒരു പങ്കുമില്ല, അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്താണ്. ചീഫ് സെക്രട്ടറി ആയിരുന്ന പത്മകുമാറോ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന സക്കറിയ മാത്യു മാത്രമല്ല, അന്നത്തെ ഗവൺമെൻറ് സെക്രട്ടറിമാരായിരുന്ന ജിജി തോമസനും തോമസും എല്ലാം ഇതിൽ ഭാഗഭാക്കായിരുന്നു എന്നാണോ താങ്കൾ പറയുന്നത്? PJ തോമസ് ഒന്നും അറിഞ്ഞിട്ടില്ല, പാവം. ജിജി തോമസാണ് അതിൻ്റെ വില്ലൻ. എങ്ങനെ? ഇതെല്ലാം ചെയ്ത് ഇതിൻ്റെ വില നിശ്ചയിച്ചത്, കരാറുണ്ടാക്കിയത്, കരാർ ഒപ്പിട്ടത്, മലേഷ്യയിൽ പോയത്, ഇതെല്ലാം ഇനീഷ്യേറ്റീവ് എടുത്തത് അയാളാണ്. മാത്രമല്ല കൺസേൺഡ് മിനിസ്റ്റർക്ക് ഫയൽ അയച്ചിട്ടില്ല, അയാൾ അനുമാനിച്ചു വെച്ചിട്ടില്ല, മിനിസ്റ്റർ കണ്ട് സംസാരിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. 2 കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല. ഒരു പൊളിറ്റിക്കൽ കൺസെന്റ് ഇല്ലാതെ ഇതിലൊരു തീരുമാനവും നടപടിയും എങ്ങനെയുണ്ടായി? താങ്കൾ പറയുന്നു വകുപ്പ് മന്ത്രിയെ കാര്യങ്ങൾ അറിയിച്ചിട്ടില്ല, അനുവാദം വാങ്ങിയിട്ടില്ല. അങ്ങനെ ഒരു സംവിധാനം എങ്ങനെ നടന്നു ആ കാലത്ത്? അങ്ങനെ നടന്നു. ഞാൻ അതിൽ കൂടുതൽ അത് വ്യക്തമാക്കുന്നത് ശരിയല്ല. ഇപ്പോഴും TH മുസ്തഫ പറയുന്നത് ഉദ്യോഗസ്ഥ ലോബിയാണ് ഇതിന് പിന്നിൽ കളിച്ചത്. അങ്ങനെ പറയുമ്പോൾ ഇതിൽ സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഇതിൽ കണക്കും പ്രകാരം തട്ടിപ്പ് നടന്നിട്ടില്ല, ലാഭമാണ്. കണക്കിനപ്പുറത്ത് കൈക്കൂലി വാങ്ങിയിട്ടുണ്ട്. എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല. സർക്കാർ സെക്രട്ടറിമാരാണ്, ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ. സർക്കാർ അന്വേഷിച്ചില്ലേ? താങ്കൾ ഒരു വകുപ്പ് ഭരിച്ചിരുന്ന മന്ത്രിയാണ്, താങ്കൾ അന്വേഷിച്ചില്ലേ? ഇല്ല, എനിക്ക് അന്വേഷിക്കാവുന്ന എൻ്റെ പരിധിയിലല്ല. മുഖ്യമന്ത്രി അന്വേഷിച്ചില്ലേ? അന്വേഷിച്ചില്ല. മുഖ്യമന്ത്രിയാണ് അന്വേഷിക്കേണ്ടത്. ക്യാബിനറ്റ് തീരുമാനമാണ്. എൻ്റെ തീരുമാനം എൻ്റെ വകുപ്പിൻ്റെ തീരുമാനമല്ല. മുഖ്യമന്ത്രിയുടെ മൗനാനുവാദത്തിൽ നടന്നു. മുഖ്യമന്ത്രി എന്താ ചെയ്തതെന്ന് ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ്, അതല്ലോ, മുതിർന്ന നേതാവാണ്. കരുണാകരൻ്റെ കാലത്താണ്. എവിടെന്നോ ഇവർക്ക് ധൈര്യം കിട്ടിയിട്ടുണ്ട്. ഈ തോമസിനും ജിജി തോമസിനും സക്കറിയ മാത്യുവിനും ഉള്ള ധൈര്യം ചീഫ് സെക്രട്ടറിയായിരുന്നു. ചീഫ് സെക്രട്ടറിയുടെ പുറകിൽ ആരായിരുന്നു എന്നെനിക്കറിയില്ല. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ഉണ്ടാകണം അല്ലേ? അറിയില്ല, എനിക്കറിയില്ല, ഞാനത് പരിശോധിച്ചിട്ടില്ല. ആക്ഷേപം വന്നിരുന്നു. താങ്കളെ പ്രതി ചേർക്കപ്പെട്ട ഒരു വലിയ അഴിമതി ആരോപണത്തിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് ശ്രീ TH മുസ്തഫ അന്വേഷിച്ചിട്ടില്ല. എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. ഞാൻ അന്വേഷിച്ച് ഇത് ശരിയല്ല എന്ന് എനിക്ക് ബോധ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിൽ ഇടപെടാതിരുന്നത്. 2011 2013 താങ്കൾ നൽകിയ വിടുതൽ ഹർജിയിൽ അനുകൂലമായ തീരുമാനമുണ്ടായില്ല. അന്ന് താങ്കൾ പറഞ്ഞത് ധനമന്ത്രിയായിരുന്നു, ഇതിൽ അനുമതി നൽകേണ്ട ധനമന്ത്രിയായ ഉമ്മൻചാണ്ടി ഇതിൽ പ്രതി ചേർക്കപ്പെടുന്നില്ലെങ്കിൽ ആ കാരണം കൊണ്ട് എന്നെയും വെറുതെ വിടണമെന്നാണ്. ഇപ്പോൾ താങ്കൾ പറയുന്നു താങ്കൾ അറിയാതെ, താങ്കൾ മനസാ വാചാ കർമ്മണ ഇടപെടാത്ത ഒരു വിഷയത്തിൽ താങ്കൾ വലിച്ചിഴക്കപ്പെടുകയായിരുന്നു എന്ന് പറയുമ്പോൾ താങ്കളെ ആരോ കുടുക്കി ഈ കേസിൽ. എന്നെ മനഃപൂർവ്വം കുടുക്കി. ആര്? എൻ്റെ പേരിൽ കേസെടുത്തത് മറ്റേ EK നായനാരുടെ ഗവൺമെൻറ്റാണ്. അന്ന് ഈ കേസ് വിജിലൻസ് അന്വേഷിച്ചിട്ട് വിജിലൻസും പ്രോസിക്യൂട്ടറും
എന്നെയും PJ തോമസിനെയും ഒഴിവാക്കാൻ എഴുതി കൊടുത്തതാണ്. അത് വന്നപ്പോൾ ഈ കരുണാകരൻ കാലസുഖമില്ലാതെ വീട്ടിൽ എറണാകുളത്ത് പനമ്പള്ളി നഗറിലിരിക്കുമ്പോൾ KV തോമസിനെ അയച്ച് EK നായനാരെ പനമ്പള്ളി നഗറിൽ വിളിച്ചു വരുത്തി എന്നെ മാത്രം പ്രതിയാക്കി കേസുണ്ടാക്കരുത്, ഭക്ഷ്യവകുപ്പ് സെക്രട്ടറി ഒഴിവാകാമെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ എൻ്റെ നിലയിൽ ചെയ്ത അഴിമതിയായിട്ട് വരും, അതുകൊണ്ട് അവർ ഒഴിവാക്കരുതെന്ന് പറഞ്ഞ് നായനാർ പോയി ലോ സെക്രട്ടറിയെ വിളിച്ച് ഇത് ഞങ്ങളെ ഒഴിവാക്കിയ കേസ് നിൽക്കില്ല, അതുകൊണ്ട് ഞങ്ങളെ കൂടി ചേർത്ത് കേസെടുക്കണമെന്ന് ലോ സെക്രട്ടറിയെ കൊണ്ട് എഴുതി മേടിച്ച് ഞങ്ങളെ പ്രതിയാക്കാൻ ഓർഡർ കൊടുക്കുകയാണ് ചെയ്തത്. താങ്കൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് റിവേഴ്സ് ചെയ്യാം. അതായത് കണക്കുകൾ പ്രകാരം സർക്കാർ ഖജനാവിന് നഷ്ടമുണ്ടായിട്ടില്ല, എന്നാൽ കണക്കിന് പുറത്ത് ചില കള്ളക്കളികൾ നടന്നിട്ടുണ്ട്. ഇതിലെ പ്രധാന വില്ലൻ ജിജി തോംസനാണ്. ജിജി തോംസന് ഇത് ചെയ്യാൻ ധൈര്യം നൽകിയത് പത്മകുമാർ ഉണ്ട് എന്നുള്ളതാണ്. പത്മകുമാറിന്റെ പിന്നിൽ ഒരു ശക്തി ഉണ്ടായിരുന്നു, അത് K. കരുണാകരനുമാകാം. ആരോ എനിക്കറിയില്ല, ഏതായാലും ഒരു ശക്തി ഇല്ലാതെ പത്മകുമാറും അത്രയും ധൈര്യം വരില്ല ഈ ജിജി തോമസിനെ കൊണ്ടും സക്കറിയ മാത്യുവിനെ കൊണ്ടും. സക്കറിയ മാത്യു പാവമാണ്, അയാളെ വശീകരിച്ചെടുത്തതാണ്. അയാൾ റിട്ടയർ ചെയ്യാറായ ആളാണ്. അയാളെ ഈ ഓംബുഡ്സ്മാൻ്റെ ഇതിൽ വയ്ക്കാം എന്ന് പറഞ്ഞാൽ 6 കൊല്ലവും കൂടി കിട്ടും. അങ്ങനെ അതും അയാൾക്ക് ഓഫർ ചെയ്ത് പത്മകുമാർ അയാളെ കൊണ്ട് ഇതൊക്കെ എഴുതിപ്പിച്ചതാണ്. പാമോലിൻ കേസ് പിൻവലിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ പുറത്തു വന്നു. ഇതേ ശ്രമം 2005 ഉണ്ടായിരുന്നതാണ്. അത് തടസ്സപ്പെടുത്തിയത് പിന്നീട് വന്ന ഇടതുപക്ഷ സർക്കാരാണ്. അങ്ങനെയാണ് കേസ് വീണ്ടും തുടർന്നത്. ഇനിയിപ്പോൾ ഈ കേസ് പിൻവലിച്ചു എന്ന് സർക്കാർ ഉത്തരവിറക്കിയാലും വീണ്ടും ഒരു ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇത് സ്വാഭാവികമായി ഈ കേസിലേക്ക് വീണ്ടും റീഎൻറ്റർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ കേസ് ആത്യന്തികമായി അവസാനിക്കുന്നില്ല. ഇതിപ്പോൾ ഗവൺമെൻറ് തീരുമാനിച്ചേ ഉള്ളൂ. ഗവൺമെൻറ് തീരുമാനിച്ച കോടതിയുടെ അനുമതിയോടുകൂടി വിഡ്രോ ചെയ്യാനാണ്. അല്ല ഗവൺമെൻറ്റിന് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. കോടതി അനുവദിച്ചില്ലെങ്കിൽ വിഡ്രോ ചെയ്യാൻ ഒക്കില്ല. അല്ല, അതിനൊരു ന്യായം സർക്കാരിനുണ്ട്. വിജിലൻസ് അന്വേഷണം ഉത്തരവിടാൻ പിന്നെ കഴിയുന്ന സർക്കാരിന് അത് പിൻവലിക്കാനുള്ള അധികാരമുണ്ടെന്ന വ്യവസ്ഥ ഉണ്ട്. പക്ഷേ കോടതി അനുവദിക്കണം. കോടതിയുടെ അനുമതി ഉണ്ടെങ്കിലേ ഇത് പിൻവലിച്ചു പോകും. അഥവാ കോടതി അനുവദിച്ചാലും ഈ കേസ് അവസാനിക്കുമോ? ആർക്കെങ്കിലും കൊണ്ട് അപ്പീൽ കൊടുക്കാം. പ്രതിപക്ഷ നേതാവ് അത് ചെയ്യില്ല എന്ന് കരുതുന്നുണ്ടോ? പ്രതിപക്ഷ നേതാവ് അത് ചെയ്യില്ല അല്ലാതെ വേറെ പണിയൊന്നുമില്ലല്ലോ. വഴിയെ പോണവർക്ക് എതിരായിട്ട് എല്ലാം കേസ് കൊടുക്കലും പറയലുമാണല്ലോ. താങ്കൾ നിരപരാധി എന്ന് പറയുന്ന ഈ കേസിൽ താങ്കളുടെ നിരപരാധിത്വം തെളിയിക്കാൻ കോടതി നടപടികളിൽ ഒരു ഘട്ടത്തിലും സാധിച്ചിട്ടില്ല. നീതിന്യായ സംവിധാനത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടോ? അല്ല, ഞാൻ ശ്രമിച്ചിട്ടുമില്ലല്ലോ. കോടതിയിലെ നിരപരാധിത്വം തെളിയണമെങ്കിൽ വിചാരണ തീരണ്ടേ. വിചാരണ തീർന്ന് ജഡ്ജ്മെൻ്റ് ആയാലല്ലേ എൻ്റെ നിരപരാധിത്വവും അപരാധിത്വവും ഒക്കെ തെളിയുള്ളൂ. അപ്പോൾ നിയമ നടപടികളുമായി വേണമെങ്കിൽ ഇനിയും മുന്നോട്ട് പോകാൻ TH മുസ്തഫ തയ്യാറാണ്? ഏതറ്റം വരെ? സ്വാഭാവികമായും താങ്കൾ ഇപ്പോഴും ആ പഴയ നിലപാടിൽ നിൽക്കുന്നു. അന്ന് ധനമന്ത്രിയായിരുന്ന താങ്കൾ പ്രതിയാണെങ്കിൽ അന്ന് ധനമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കും അതിൽ ഉത്തരവാദിത്വമുണ്ട്. ഇല്ല, അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഉമ്മൻചാണ്ടിയെ ഒഴിവാക്കിയ നടപടി ശരിയാണ്. അതുപോലെ അത്രയും മാത്രം കുറ്റം ചെയ്ത ഞാൻ ഈ ഫയൽ, ഞങ്ങൾ രണ്ടുപേരും ഈ ഫയൽ ഒപ്പിട്ടെന്നുള്ളതാണല്ലോ, എന്നെയും വിടുതൽ ചെയ്യണമെന്നാണ് പറഞ്ഞത്. മന്ത്രിസഭ കൂട്ടായി എടുത്ത ഒരു തീരുമാനത്തിന് പുറത്തു വന്നിട്ടുള്ള അഴിമതി ആരോപണത്തിൽ 1-2 മന്ത്രിമാർ മാത്രം പ്രതി ചേർക്കപ്പെടുന്ന അവസ്ഥ എങ്ങനെയുണ്ടായി? അത് വിചാരണ കോടതിയിലല്ലേ ഞങ്ങൾക്ക് പറയാനൊക്കെ ഉള്ളൂ. അത് മനഃപൂർവ്വമാണ്.